പഠിക്കുന്ന കുട്ടികളോട് വേറെ ടൈപ്പ് ഓഫ് സ്വഭാവം പറഞ്ഞു. ആദ്യത്തിനെ കൊണ്ട് എന്തായാലും അതാവില്ല, ആദ്യത്തിനെ കൊണ്ട് എന്തായാലും നടക്കില്ല, അത് നന്നായി പഠിക്കുന്ന കുട്ടിയൊക്കെ അതാവുള്ളൂ. ഞാൻ അന്ന് 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്നത്. ആ ഒരു ഏജിലുള്ള കുട്ടികളോട് ഒരിക്കലും അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല. ഒരുപാട് ടീച്ചേഴ്സ് എന്നോട് വളരെ മോശം രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ട്, വളരെ മോശം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തീരെ ചിന്തിക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ് എനിക്ക് ആ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് ഇഷ്ടം പോലെ കളിയാക്കലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. റിവ്യൂ എടുക്കുന്നതിനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കളിയാക്കൽ കിട്ടിയത്. റിവ്യൂവർ പോകുന്ന ആ ഒരു ചെക്കൻ ഉണ്ടായിരുന്നു. +1 +2 പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട്. മൊത്തം ക്ലാസ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഒരു ചെറുക്കൻ നാട്ടിച്ചൊരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്, ഈവൻ ടീച്ചറിൻ്റെ മുമ്പിൽ, യൂട്യൂബ് ചാനലുള്ള പേരിൽ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വൈ ഐ ഹേറ്റ് സ്കൂൾ, അല്ലെങ്കിൽ ബേസിക്കലി പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫ് ഇഷ്ടമല്ല, എൻ്റെ സ്കൂളിൽ എനിക്ക് നേരിട്ട കുറച്ച് അനുഭവങ്ങൾ, പിന്നെ അങ്ങനെ കുറച്ച് റോ ആൻഡ് അൺഫിൽറ്റർഡ് ആയ കാര്യങ്ങൾ പറയുന്നൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ആയിട്ടൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്ക് അറിയാം എനിക്ക് എന്തായാലും എൻ്റെ സ്കൂൾ ലൈഫ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എൻ്റെ സ്കൂൾ ലൈഫ് ഫ്ലോപ്പ് ആണെന്ന്. അപ്പോൾ അത് സത്യം തന്നെയാണ്, എൻ്റെ സ്കൂൾ ലൈഫ് വൻ ഫ്ലോപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ സ്കൂളിങ് ചെയ്തത് 2 സ്കൂളിലായിട്ടാണ്. അതായത് LKG മുതൽ 7ാം ക്ലാസ് വരെ ഒരു സ്കൂളിലും 8 മുതൽ +2 വരെ വേറൊരു സ്കൂളിലും. അപ്പോൾ ഇതിൽ 2 സ്കൂളും കണക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഇന്നത് നല്ലത് ഇന്നത് മോശം എന്ന് പറയാനൊന്നുമില്ല, രണ്ടും കണക്ക് തന്നെയായിരുന്നു. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ +1 +2 ലൈഫ് നല്ല ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ അതായിരുന്നു എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത 2 സ്കൂൾ ഇയേഴ്സ്, 2 അക്കാദമിക് ഇയേഴ്സ്, +1 +2. അപ്പോൾ അതെന്തായാലും നല്ല ഫ്ലോപ്പായിരുന്നു. ബാക്കിയുള്ളത് ഞാൻ വഴിയെ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ LKG മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ചടുത്ത സ്കൂളായിരുന്നു. എന്നാലും സ്കൂൾ ബസ്സിനായിരുന്നു പോയി വരാറ്. അപ്പോൾ ഇതിൽ ആ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ സ്റ്റുഡൻസൊക്കെ നല്ലവർ തന്നെയായിരുന്നു. എനിക്കങ്ങനെ ആരുമായിട്ട് വലിയ കുഴപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും നല്ല സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ സ്കൂളിലെ സ്റ്റുഡൻസുമായിട്ട് അങ്ങനെ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു, നല്ലവർ തന്നെയായിരുന്നു എല്ലാവരും. പക്ഷേ അവിടെ മെയിനായിട്ട് പറയാനായിട്ട് എനിക്കുള്ളത് എന്താ വെച്ചാൽ ടീച്ചേഴ്സ്. ആ സ്കൂളിലെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ടീച്ചേഴ്സിന് ഭയങ്കര പാർഷ്യാലിറ്റി ആയിരുന്നു. അപ്പോൾ ഞാനവിടെ പഠിക്കുമ്പോൾ CBSE സ്കൂളായിരുന്നു. സോ ആ സ്കൂളിലൊരു ഭയങ്കര പാർഷ്യാലിറ്റി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് പഠിക്കുന്ന കുട്ടികളെ വേറൊരു കാറ്റഗറി, അതേപോലെ തന്നെ കുറച്ച് ബാക്ക്വേർഡിലുള്ളവരോട് വേറെ ടൈപ്പ് സ്വഭാവം, ബാക്ക് ബെഞ്ചേഴ്സിനോട് വേറൊരു ടൈപ്പ്. എനിക്കതിൽ ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ കാര്യം അത്ര അറിയില്ല, എന്നാലും ആവറേജ് കുട്ടികളോടൊക്കെ നല്ല പാർഷ്യാലിറ്റി തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മെയിൻലി എനിക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ കാര്യം എനിക്കറിയില്ല, എനിക്ക് എന്തായാലും ആ പാർഷ്യാലിറ്റി നല്ല രീതിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാ ടീച്ചേഴ്സിനും അല്ല ഞാൻ പറയുന്നത്, വളരെ കുറച്ച് ടീച്ചേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ആ സ്കൂളിൽ ആ കുറച്ച് ടീച്ചേഴ്സായിരുന്നു എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പാർഷ്യാലിറ്റി മെയിനായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് എന്താ വെച്ചാൽ ഫസ്റ്റ് സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ഓബ്വിയസ്ലി, ദെൻ നമ്മുടെ ഈ സ്കൂളിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ, ഈ ആർട്സ് ഡേ, ആനുവൽ ഡേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലും എനിക്ക് നല്ല രീതിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പണ്ട് തൊട്ടേ ഒരു ആംബിവേർട്ട് ക്യാരക്ടറായിരുന്നു. അതായത് എന്താ പറയുക, ഓവർ എക്സ്ട്രോവേർട്ടും അല്ല എന്നാൽ ഇൻട്രോവേർട്ടും അല്ല. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കണം അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. എല്ലാ പ്രോഗ്രാമിനും ഞാൻ പേര് കൊടുക്കുമായിരുന്നു. ഈവൻ എനിക്ക് അറിയുന്നതാണെങ്കിലും ഞാൻ കൊടുക്കും, അറിയാത്തയാണെങ്കിലും കൊടുക്കും. ഇതെന്തിനാ കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഈവൻ +2 വരെ അങ്ങനെയായിരുന്നു. എല്ലാ ഐറ്റത്തിനും ഞാൻ പേര് കൊടുക്കും, അറിയാത്തയാണെങ്കിൽ കൊടുക്കും, അറിയുന്നതാണെങ്കിൽ കൊടുക്കും. ഈവൻ സ്പോർട്സ്, ആർട്സ് എല്ലാത്തിനും ഞാൻ പേര് കൊടുക്കും. ഒന്നും അറിയുന്നുണ്ടാവില്ല എന്നാലും ഞാൻ കൊടുക്കും എല്ലാത്തിനും പേര്. എല്ലാത്തിലും പങ്കെടുക്കുക വെച്ചാൽ എനിക്ക് മൈൻഡുള്ള പോലെ ഒരുവിധം എല്ലാത്തിലും ഞാൻ പങ്കെടുക്കുകയും ചെയ്യും. പക്ഷെ മിക്കതിലും തോക്കാറുമുണ്ട്. പക്ഷെ തോക്കുന്നതൊക്കെ എനിക്ക് അറിയായിരിക്കും, ഓക്കെ എന്തായാലും തോക്കും, എന്നാലും ആ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു മൈൻഡ് സെറ്റോട് ഞാൻ അങ്ങനെ പങ്കെടുക്കുന്നതാണ് എല്ലാത്തിലും തോന്നിയാൽ. പിന്നെന്താ വെച്ചാൽ ഞാൻ ആ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എല്ലാ പ്രോഗ്രാമിനും, അതായത് ഞാൻ പങ്കെടുക്കുന്ന പ്രോഗ്രാംസിനും അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമിനും ഓൾറെഡി വിന്നർ നമുക്കറിയാം, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും വിന്നർ. ഈവൻ അവർ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടാവില്ല, എന്നാലും നമുക്ക് ഓൾറെഡി വിന്നറിനെ അറിയായിരിക്കും. കാരണം എല്ലാ വർഷവും എല്ലാ അക്കാദമിക് ഇയറും ഒരാൾ തന്നെയായിരിക്കും വിന്നറാവുക. മിക്ക ടൈമിലും സെക്കൻഡും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. തേർഡാണ് പിന്നെയും കുറച്ചും കൂടി മാറി മാറി കളിക്കുക. ഫസ്റ്റും സെക്കൻഡൊക്കെ നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ എനിക്ക് ആ സ്കൂളിൽ കണ്ട മെയിൻ കാര്യമായിട്ടാ. ചില സ്കൂളിലൊക്കെ അങ്ങനെ ഉണ്ടാവും, എന്നാലും നമുക്ക് അതിനേക്കാളും നല്ല രീതിക്ക് ഒരാൾ പെർഫോം ചെയ്തെന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ അവർക്കായിരിക്കില്ല ഫസ്റ്റ് കിട്ടുന്നത് വേറെ കുട്ടിക്കായിരിക്കും. കാരണം എല്ലാ അക്കാദമിക്കാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഒരു മെയിൻ തിങ്. ഞാൻ മെയിനായിട്ട് SY കോമ്പറ്റീഷനൊക്കെ പണ്ട് കൂടുമായിരുന്നു.
അപ്പോൾ ആ ടൈമിൽ ഫസ്റ്റ് ഓൾറെഡി കിട്ടുന്നത് ടീച്ചേഴ്സിനെ അറിയാം. അപ്പോൾ ഒരു ദിവസം ഒരു ടീച്ചർ എന്നോട് വന്ന് പറഞ്ഞു, ആദ്യത്തെ നല്ല രീതിക്ക് എഴുതിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം, ഫസ്റ്റ് ചിലപ്പോൾ ആദ്യത്തിന് തന്നെ കിട്ടുമായിരിക്കും ഓൾറെഡി എന്നോട് വന്ന് പറഞ്ഞു. റിസൾട്ടിൻ്റെ ടൈമിൽ വേറെ ടീച്ചേഴ്സ് ആയിരിക്കുമല്ലോ നോക്കുന്നത്, എനിക്ക് തേർഡായിരുന്നു. അപ്പോൾ അത്രയും നന്നായിട്ട് എഴുതിയിട്ട് എനിക്ക് തേർഡ്, പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനത് അങ്ങനെ ആഗ്രഹിച്ചൊന്നും, അങ്ങനെ ഓവർ ആഗ്രഹിച്ചൊന്നുമില്ല, തേർഡ് പോലും പ്രതീക്ഷിച്ചൊന്നുമല്ല ഉണ്ടായത്. പക്ഷേ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ട് പ്രൈസ് കിട്ടാണ്ട് വന്നപ്പോൾ ഒരു എന്തോ പോലെയായി. സോ അതൊരു ഇൻസിഡൻറ്റ്. അതേപോലെ തന്നെ ആ സ്കൂളിൽ എനിക്ക് തീരെ മറക്കാൻ പറ്റാത്ത ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ കോമ്പറ്റീഷൻ്റെ കേസിൽ പാർഷ്യാലിറ്റി ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഇതിന് പുറമേ അവിടെ മെയിനായിട്ട് എനിക്കുണ്ടായ വേറൊരു പാർഷ്യാലിറ്റി ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ സ്റ്റഡീസിൻ്റെ കേസിൽ പാർഷ്യാലിറ്റി, നന്നായി പഠിക്കുന്ന കുട്ടികളോട് വേറൊരു ടൈപ്പ് ഓഫ് സ്വഭാവം, പിന്നെ അങ്ങനെ അങ്ങനെ മാറി മാറി വരും ബാക്കിയുള്ള കുട്ടികളോടുള്ള സ്വഭാവം. അപ്പോൾ എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറുടെ പേര് ഞാൻ പറയുന്നില്ല. ആ ടീച്ചർ ഞാൻ എത്രാം ക്ലാസ്സിലാണ് ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല, മൂന്നാം ക്ലാസ്സോ നാലാം ക്ലാസ്സോ, മൂന്നാം ക്ലാസ് തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു മനസ്സ് പറഞ്ഞതിന്, നാലാം ക്ലാസ് ആണെന്ന് ഓർമ്മയില്ല. എന്തായാലും LP ക്ലാസ് ആയിരുന്നു, ലോവർ പ്രൈമറി ക്ലാസ്. അപ്പോൾ ആ ടൈമിൽ ഒരു നോബിളായിട്ട് പ്രൊഫഷൻ, അതായത് ആ പ്രൊഫഷൻ ഞാൻ പറയുന്നില്ല, ആ ഒരു പ്രൊഫഷൻ ആവാൻ ക്ലാസ്സിൽ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ആ ടീച്ചർ ചോദിച്ചു. അപ്പോൾ ക്ലാസ്സിൽ ആരും കൈപൊക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഞാൻ എല്ലാത്തിനും ഇങ്ങനെ കൈവെക്കും, ചാടിക്കയറി എണീക്കും, പേര് കൊടുക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാനതിന് കൈപൊക്കി. സോ കൈപൊക്കി, പക്ഷെ ടീച്ചർ എന്നെ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ടീച്ചർ എന്ത് ചെയ്തു വെച്ചാൽ ടീച്ചർ എന്നെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. ഞാൻ കൈപൊക്കി, എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ടീച്ചർ അത് കേൾക്കാത്ത പോലെ നിന്നു കുറേ സമയം. ഒരു 5 മിനിറ്റോളം ടീച്ചർ അങ്ങനെ കേൾക്കാത്ത പോലെ നിന്നു. എന്നാലും ഞാൻ കുറേ പറയാൻ ശ്രമിച്ചു. പക്ഷെ എന്താ, ക്ലാസ്സിൽ നിന്ന് എല്ലാവരും മുമ്പിൽ ഞാൻ നാണം കിട്ടും, സത്യം പറയാമല്ലോ. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികളും ക്ലാസ്സിൽ ബാക്കിയുള്ള സ്റ്റുഡൻസൊക്കെ പറയുന്നുണ്ടായിരുന്നു, ടീച്ചർ ആദ്യത്തെ എണീറ്റിട്ടുണ്ട്, ആദ്യത്തെ കൈപൊക്കിയിട്ടുണ്ടെന്ന് ബാക്കിയുള്ള കുട്ടികൾ മിസ്സിനോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ടീച്ചർ ആദ്യമൊക്കെ കേൾക്കാത്ത പോലെ ഇങ്ങനെ നിന്നു. പിന്നെ ലാസ്റ്റ് പറഞ്ഞു, ആദ്യത്തിനെ കൊണ്ട് എന്തായാലും അതാവില്ല, ആദ്യത്തിനെ കൊണ്ട് എന്തായാലും നടക്കില്ല, അത് നന്നായി പഠിക്കുന്ന കുട്ടിയൊക്കെ അതാവുള്ളൂ, ആദ്യത്തിനെ കൊണ്ട് എന്തായാലും ആവില്ല, നന്നായി പഠിക്കുന്ന കുട്ടികളാണ് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വേണ്ടത്, ആദ്യത്തിനെ കൊണ്ട് എന്തായാലും നടക്കില്ല, അങ്ങനെ തന്നെ പറഞ്ഞു. അതായത് ശ്രദ്ധിക്കുക, ഇനി നടക്കില്ല നടക്കൂ വാട്ടവർ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഞാൻ അന്ന് 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്നത്. ആ ഒരു ഏജിലുള്ള കുട്ടികളോട് ഒരിക്കലും അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ പറയുക, കുറച്ചൊരു മനുഷ്യത്തുള്ളവരൊന്നും അങ്ങനെ എന്തായാലും പറയില്ല. അതായത് ഒരു 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയെ എന്തായാലും ആ മൊത്തം ക്ലാസ്സിൻ്റെ മുമ്പിലിട്ട് നാറ്റിക്കില്ല. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ഇത്രയും 10-11 വർഷങ്ങൾക്ക് ശേഷം എനിക്കത് ഓർമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലത് എത്ര ഹോണ്ട് ചെയ്യുന്നുണ്ടാവും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ സ്കൂളിൽ വെച്ചിട്ട് എനിക്ക് ഉണ്ടായ ഒരു ഇൻസിഡൻ്റാണിത്. ഈ ഇൻസിഡൻറ്റ് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ വീഡിയോ നല്ല ലോങ് ആവുമെന്ന് എനിക്കറിയാം. കാരണം കുറേ പറയാനുണ്ട്, ഇഷ്ടം പോലെ എനിക്ക് മോശം അനുഭവങ്ങൾ ആ സ്കൂളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ടീച്ചേഴ്സ് എന്നോട് വളരെ മോശം രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ട്, വളരെ മോശം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തോന്നി ടീച്ചേഴ്സൊക്കെ പറയുന്നത് കുട്ടികൾ നല്ലതാവാനല്ലേ, കുട്ടികൾ നല്ല രീതിക്ക് ഇതാവാനല്ലേ. പക്ഷെ അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് ഒക്കെ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ടാർഗറ്റ് ചെയ്യുന്ന കുട്ടികൾ അവരെപ്പോഴും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലാത്തവരെ എപ്പോഴും സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കും. അതിന് എത്ര ക്ലാസ് വലുതായാലും നമ്മൾ ഇവിടുന്ന് പാസ് ഔട്ടായി പോകുമ്പോൾ ഇതേ വർത്തമാനം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ടാർഗറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത് വേറെ ടീച്ചറെ പറ്റിയിട്ടാട്ടോ, മറ്റേ ടീച്ചറെ പറ്റിയിട്ടല്ല. എന്തായാലും അങ്ങനെയുള്ള ടീച്ചേഴ്സ് ആ ഒരു കുട്ടീനെ തന്നെ ടുവാർഡ്സ് ദി എൻഡ് വരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതങ്ങനെ. പക്ഷെ എന്നാലും എന്നാലും ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം, ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് പോവുള്ളൂ. അതൊരു റിയാലിറ്റിയാണ്. എല്ലാ കുട്ടികളുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്ക് എൻ്റെ തെറ്റാണെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ കുറച്ച് വലുതാകുമ്പോൾ എനിക്ക് മനസ്സിലാവുക നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ടീച്ചേഴ്സിൻ്റെ തെറ്റ് തന്നെയായിരുന്നു. അതിന് പിന്നെ നമുക്ക് കുറച്ച് ബോധം വെക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഇരുന്ന് എനിക്ക് ആ റിയാലിറ്റി എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. കാരണം എന്നെക്കാൾ പറ്റാത്ത കുട്ടികൾ അവിടെ ഉണ്ട്, പക്ഷെ എന്നെ മാത്രമായിരിക്കും അമ്മാതിരി ബ്ലെയിം ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും. അപ്പോൾ അങ്ങനെ ആ പ്രോഗ്രാംസിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും എന്നോട് ഭയങ്കര പുച്ഛമായിരുന്നു. പക്ഷെ ഇങ്ങനെ പങ്കെടുക്കുന്ന ബാക്കിയുള്ള സ്റ്റുഡൻസിനോട് വേറെ നല്ല നല്ല കോംപ്ലിമെൻറ്റും നല്ല കാര്യം. ഈവൻ എനിക്ക് മാർക്ക് വന്നാൽ അത് എൻ്റെ കഴിവ് കൊണ്ടല്ല എന്ന് പറഞ്ഞ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്നാലും ഇവർ പാരൻസ് മീറ്റിങ്ങിനൊപ്പം പാരൻസിൻ്റെ മുമ്പിൽ ഭയങ്കര ഗ്ലോറിഫൈഡ്, ഭയങ്കര നല്ല രീതിയിലൊക്കെ നിൽക്കുന്ന ടീച്ചേഴ്സ് ആട്ടോ മെജോറിറ്റി ആ സ്കൂളിൽ ഉണ്ടായിരുന്നത്.
അപ്പോൾ അതങ്ങനെ. പക്ഷേ ഇപ്പം നിങ്ങളെ ഞാൻ പറയുന്നതായിട്ട് വിചാരിക്കും നല്ലോണം കലമ്പുന്ന ടീച്ചേഴ്സിനെ മാത്രമേ ഞാൻ കുറ്റം പറയുന്നത്. അല്ല, എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ നല്ല രീതിക്ക് കലമ്പുന്നുണ്ടായിരുന്നു, നല്ല രീതിക്ക് വഴക്ക് പറയുന്ന ടീച്ചറായിരുന്നു. ആ ടീച്ചറെ വന്നായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത്. പക്ഷേ ആ ടീച്ചർ സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ടീച്ചറാണ്. കാരണം ആ ടീച്ചർ അടിക്കുന്നതും വഴക്ക് പറയുന്നതൊക്കെ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഇപ്പോഴും അറിയാം. കാരണം അതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി എനിക്കറിയാം. കാരണം ആ ടീച്ചർ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ടീച്ചർ ആവാനുള്ള കാരണം ആ ടീച്ചർ ചെയ്തതൊക്കെ എന്നെ നല്ലതിനാണെന്ന് എനിക്കറിയാം. അതേപോലെ തന്നെ ആ ടീച്ചർ ചെയ്തത് അങ്ങനെയൊക്കെ ചെയ്യാനുള്ളതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. ഇപ്പോഴും ഞാൻ എവിടെയൊക്കെ പോയാലും ആ ടീച്ചർ തന്നെ ഓർമ്മയുണ്ടാവും. എനിക്കും ആ ടീച്ചർ അത്രത്തോളം ഇഷ്ടമാണ്. സോ അങ്ങനെയുള്ള ടീച്ചേഴ്സും ഉണ്ട്. അതായത് എല്ലാ വഴക്ക് പറയുന്ന ടീച്ചേഴ്സും മോശമൊന്നുമല്ല. വഴക്ക് പറയുന്ന നല്ല ഇഷ്ടംപോലെ ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ടീച്ചറും എനിക്കുണ്ട് അതേ സ്കൂളിൽ തന്നെ. നേരെ മറിച്ച് ടാർഗറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു സ്കൂളിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ. ഇതിനെ പറ്റിയിട്ട് ബാക്കി കുറേ ഇതിനേക്കാളും വലിയ വലിയ ഇൻസിഡൻസ് എനിക്ക് ആ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ വീഡിയോ നല്ല എല്ലാം ഉണ്ടാവും. അതേപോലെ തന്നെ അതേ സ്കൂളിലാണ് ഞാൻ LKG UKG ചെയ്തത്. LKG UKG പഠിച്ച ടൈമിൽ എനിക്കൊരു ആൻറ്റി ഉണ്ടായിരുന്നു. ആ ആൻറ്റിയുമായിട്ട് ഇപ്പോൾ എനിക്ക് നല്ലൊരു ബോണ്ട് ഉണ്ട്. കാരണം അത്രയും നന്നായി എന്നെ ടേക്ക് കെയർ ചെയ്തതും ബാക്കിയുള്ള സ്റ്റുഡൻസിനൊക്കെ ടേക്ക് കെയർ ചെയ്തതും ആ ഒരു ആൻറ്റി ആയിരുന്നു. അപ്പോൾ അത്ര നല്ല സ്റ്റാഫ്സും ആ സ്കൂളിലുണ്ട്. നേരെ മറിച്ച് ഇതേപോലെയുള്ള കുറച്ചധികം പാർഷ്യാലിറ്റി കാണിക്കുന്ന സ്റ്റാഫും ആ സ്കൂളിലുണ്ട്. അപ്പോൾ അതങ്ങനെ. അപ്പം അങ്ങനെ കഴിഞ്ഞു. 7ാം ക്ലാസ് ഫുൾ ഓൺലൈനായിരുന്നു. 8ാം ക്ലാസ് ഞാൻ വേറൊരു സ്കൂളിൽ ജോയിൻ ചെയ്തു, വിച്ച് ഈസ് എ ഗവൺമെൻറ് സ്കൂൾ. സോ 8 മുതൽ 10 വരെ ഹൈസ്കൂൾ, പ്ലസ് സെമസ്റ്റർ ഹയർ സെക്കൻഡറി എല്ലാം അവിടെ ഞാൻ ചെയ്തത്. സോ അവിടെ ഉണ്ടായ ഇൻസിഡൻറ്റ് എന്താ വെച്ചാൽ അവിടെ 8ാം ക്ലാസ് ലാസ്റ്റ് 3 months അങ്ങനെയല്ല നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, പിന്നെ എക്സാംസ്. അങ്ങനെ 3 or 4 months അല്ലേ കിട്ടിയിട്ടുള്ളൂ. സോ ആ ടൈമിൽ പറയുകയാണെങ്കിൽ എനിക്ക് തീരെ ചിന്തിക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ് എനിക്ക് ആ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്, വിച്ച് ഈസ് ഓൾസോ ഫ്രം എ ടീച്ചർ. അപ്പോൾ അതും ഞാൻ പറയുന്നില്ല. അതും കുറച്ച് ആ ടൈമിൽ എനിക്കത് ഭയങ്കര വിഷമമുണ്ടെങ്കിലും പിന്നെ അതങ്ങനെ മാഞ്ഞുപോയി. ഇപ്പം എനിക്കങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. എന്നാലും എനിക്കത് ഇടക്കിടക്ക് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരും. അങ്ങനെ ഓർ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ വരും. നല്ലത് വിട്ട് കളയാം. 9ഉം 10ഉം നല്ല തന്നെയായിരുന്നു കേട്ടോ. ആവശ്യമാണ് ഇങ്ങനെ മോശം പറയാൻ. 9ഉം 10ഉം ഞാൻ ഒരു മോശവും പറയുന്നില്ല. നല്ല ഇതൊക്കെ നല്ല ടീച്ചേഴ്സ് ആയിരുന്നു, നല്ല ക്ലാസ്സസ് ആയിരുന്നു, എനിക്കിഷ്ടമായിരുന്നു. 9, 10 സ്റ്റുഡൻസിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് ഉണ്ടായി, കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഈവൻ ആ ടൈമിൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 9ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. എൻ്റെ വീഡിയോസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഓൾഡ് വീഡിയോ. ഇതിന് മുന്നേ എനിക്ക് വേറെ യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ പേരിൽ ഈ 8 മുതൽ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. 9ൽ കുറച്ചുകൂടി കൂടി. അപ്പോൾ ഒരുപാട് കളിയാക്കൽ എനിക്ക് ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ കളിയാക്കൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വെറുതെ എന്തൊക്കെയോ കാണിക്കുന്നതാണ്. ഇവൻ എനിക്ക് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഒരുപാട് കളിയാക്കൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിലേക്കിട്ട് അതിലേ വിടുന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. സോ അങ്ങനെ പോയി. 10ാം ക്ലാസ് അങ്ങനെ കഴിഞ്ഞു. മോശമില്ലാത്ത റിസൾട്ട് കിട്ടി. അങ്ങനെ പിന്നെ +1 +2. ഇതിൽ +1 ആദ്യം എനിക്ക് സയൻസ് എടുക്കണം. അതായത് 10ാം ക്ലാസ് പകുതി ഉണ്ടാകുന്ന ടൈമിൽ എനിക്ക് സയൻസ് എടുക്കണം, അങ്ങനെ ഇങ്ങനെ ആവണം, ഇന്ന പ്രൊഫഷൻ എടുക്കണം, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ 10th കഴിഞ്ഞ് അല്ലെങ്കിൽ കഴിയുന്നതിന് ഒരു 1 month മുന്നേയൊക്കെ ആയിരുന്നു എനിക്ക് സയൻസ് വിഷയത്തിൽ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെക്കൊണ്ട് അത് പറ്റുമോ, ഞാനത് എടുത്താലും മൊത്തം പൊളിയോ? എനിക്ക് കൂടുതലും സോഷ്യൽ സയൻസ് അങ്ങനെയുള്ള ആർട്സ് സബ്ജക്റ്റിനോടുള്ള താല്പര്യം. അപ്പോൾ എനിക്ക് പേഴ്സണലി നല്ലത് ഹ്യൂമാനിറ്റീസ് അല്ലേ. ഈവൻ എനിക്ക് സയൻസ് വിഷയങ്ങൾ ഇഷ്ടമാണ്, മാർക്ക് ഉണ്ടെങ്കിൽ പോലും എനിക്ക് അതിനോടൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് ആലോചിച്ചൊരു തീരുമാനം എടുത്തു, PCB എടുക്കാം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരുന്ന സ്ട്രീം എടുക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസും എൻ്റെ അടുത്തുള്ള സ്കൂളിലും കുറച്ച് അപ്പറുള്ള സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ ബയോ സൈക്കോളജി ഉള്ള സ്കൂളുണ്ടായിരുന്നു, ബയോ ഹോം സയൻസ് ഉള്ള സ്കൂളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബയോ സൈക്കോളജിയൊക്കെ എടുക്കാം അങ്ങനെ ചിന്തിച്ചിരുന്നു. നോക്കിയിട്ട് ബയോ മാത്സ് പറ്റുമെങ്കിൽ അത് നോക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലുള്ളവർ എന്നെ കുറച്ച് റിസർച്ച് ചെയ്ത് മൊത്തത്തിൽ കുറച്ച് ഡ്യൂ ടു സം സർക്കംസ്റ്റൻസസ് കാരണം ഞാൻ ബയോ മാത്സ് എടുക്കേണ്ടി വന്നു. കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, എന്നാലും കുറച്ച് എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ ഇത്ര 4ാമതോ 3ാമതോ എങ്ങനെയായിരുന്നു ഇവിടെ കൊടുത്തത്. സോ എൻ്റെ കഷ്ടകാലത്തിന് പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് കൊടുത്ത ഓപ്ഷനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, സെക്കൻഡ് കൊടുത്തതും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, തേർഡ് കൊടുത്തത് അതായത് ഞാൻ 10ൽ പഠിച്ച സ്കൂളായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഗതികേട് കൊണ്ട് അവിടെ തന്നെ അഡ്മിഷൻ എടുക്കണം. പിന്നെ എൻ്റെ വീട്ടുകാർ പറഞ്ഞു എന്തായാലും അവിടെ കിട്ടിയതിന് അവിടെ തന്നെ പെർമനൻ്റ് ആക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെമ്പററി എടുത്താൽ മതി.
പക്ഷെ വീട്ടിൽ അങ്ങനെ ഞാൻ പെർമനൻ്റ് എടുക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഞാൻ പെർമനൻ്റ് എടുത്തു. അതും കോമഡി എന്താ വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് തന്നെ കിട്ടിയിട്ട് പോലും ഞാനായിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് ഡേറ്റിൽ അവിടെ പോയി അഡ്മിഷൻ എടുത്തത്. കാരണം എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ബയോ മാത്സ് പറ്റൂ എന്നുള്ളൊരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഒന്നിക്കലും മാത്സ് അല്ലെങ്കിൽ ബയോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ആ സ്കൂൾ പേഴ്സണലി താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായിരുന്നു ഞാൻ ആ സ്കൂളിൽ പഠിക്കാൻ പോയത്. +1 ജോയിൻ ചെയ്തത്. ആ ഇൻട്രസ്റ്റ് ഇല്ലായ്മ എനിക്ക് +2 കഴിയുന്നത് വരെ ഉണ്ടായിരുന്നു. അവിടെ മെയിനായിട്ട് ആ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, അതായത് ഒരു ഗ്രൂപ്പ് ഫ്രണ്ട്സ് അപ്പുറം, മറ്റേ ഗ്രൂപ്പ് ഇപ്പുറം, അപ്പുറം വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ പിക്മി കൈൻഡ് ഓഫ് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അത് അപ്പുറം ഇപ്പുറം പോയിട്ട് ഇതാക്കുന്ന അങ്ങനെ ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. സോ മെയിനായിട്ട് പറയുകയാണെങ്കിൽ എന്നെ മാറ്റർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇതിലേക്ക് കേൾക്കാത്ത പോലെ കളിക്കും. പിന്നെ അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലുള്ള കാര്യം കുറച്ച് കുട്ടികൾക്കൊക്കെ അറിയായിരുന്നു. വളരെ കുറച്ച് പേർക്ക്, 1-2 പേർക്ക്. ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഇവരത് എല്ലാവരോടും പാട്ടാക്കി. അങ്ങനെ എല്ലാവരും അറിഞ്ഞു. എന്നാലും വലിയ പേരൊക്കെ ഇത് ശരിയാണെന്ന് വിചാരിച്ചില്ല. അങ്ങനെ കുറച്ച് പേരൊക്കെ ചോദിച്ചു, കുറച്ച് പേരൊക്കെ നല്ല എക്സൈറ്റഡ് ആയി ചോദിച്ചു, കുറച്ചധികം പേര് കളിയാക്കി പറഞ്ഞു. ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ കളിയാക്കൽ. എൻ്റെ ദൈവം, ഈ +1 +2 ലൈഫിൽ ഈ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ കളിയാക്കലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതായത് യൂട്യൂബർ അത് അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോണ്ടന്റ് എടുക്കൽ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ കളിയാക്കൽ. എക്സാം റിവ്യൂ എടുക്കുന്നതിനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കളിയാക്കൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് റിവ്യൂവർ പോകുന്ന ആ ഒരു ചെക്കൻ ഉണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ അപ്പോൾ എക്സാം റിവ്യൂവർ പോകുന്ന അങ്ങനെ ഇങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ കളിയാക്കൽ. ട്രോളല്, കൊളാബ്, ഞാൻ ഓസ്വാൾഡ് ബുക്സിൻ്റെ കൊളാബ് ചെയ്യുന്നുണ്ട്. ആ കൊളാബ് ചെയ്യുന്നതിൻ്റെ പേരിൽ എനിക്ക് ഇഷ്ടം പോലെ കളിയാക്കൽ. അങ്ങനെ കളിയാക്കൽ എണ്ണി പറയാൻ കുറേ ഉണ്ട്. പക്ഷെ എനിക്ക് ഈ വീഡിയോയിൽ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ വേറെ വീഡിയോസ് ചെയ്യാം വേണമെങ്കിൽ. +1 +2 പറ്റിയിട്ട് മാത്രം എനിക്കൊരു കോണ്ടന്റ് ചെയ്യണമെന്നുണ്ട്. കാരണം അത്രയും പറയാനുണ്ട് +1 +2 ലൈഫിൽ. സോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും ചെയ്യാം. ബാക്കിയുള്ളത് അത്ര ഇല്ലെങ്കിലും +1 +2 പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അത് കുറച്ച് പ്രശ്നങ്ങൾ ടീച്ചേഴ്സിൻ്റെ ടൈമിൽ നിന്ന് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു കേട്ടോ. +1 +2 ടൈമിൽ നല്ല ടീച്ചേഴ്സ് തന്നെയായിരുന്നു ഒരുവിധം എല്ലാം. എന്നാലും എനിക്ക് ഇഷ്ടപ്പെടാത്ത 1-2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതങ്ങനെ, അതായത് +2 1-2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ +2 കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്ര ഓപ്പണായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയില്ല. എന്നാലും എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ടീച്ചേഴ്സും ഉണ്ട് +1 +2 ലൈഫിൽ. എന്നാലും ബാക്കിയുള്ള എൻ്റെ സ്കൂൾ ലൈഫ് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് +1 +2 ടീച്ചേഴ്സൊക്കെ താങ്ക് ഗോഡ് നല്ല ടീച്ചേഴ്സ് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ അപ്പോൾ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ അവർ പറയുന്നത് എന്നെ പേഴ്സണലി അങ്ങനെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ സർക്കിളും ഭയങ്കര ചെറുതായിരുന്നു +1 +2 ടൈമിൽ. സർക്കിൾ ഇല്ല എന്ന് തന്നെ മേ ബി പറയാം. കാരണം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു +1 +2 ടൈമിൽ. ഞാൻ എങ്ങനെയുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം എനിക്ക് തീരെ താല്പര്യമില്ലാണ്ട് ജോയിൻ ചെയ്ത സ്കൂൾ. എനിക്ക് അവിടെ ഒരു ദിവസം പോലും പോകണമെന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇഷ്ടമില്ലാണ്ട് പോയി ഞാൻ എന്നെ തന്നെ എൻ്റെ ലിമിറ്റ്സിനെ പുഷ് ചെയ്തായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടുണ്ടായിരുന്നത്. അതൊരു മെയിൻ റീസൺ തന്നെയാണ്. അപ്പം അങ്ങനെ ആ സ്കൂളിൽ എനിക്ക് ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് തീരെ ആലോചിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. എന്നെ മൊത്തം ക്ലാസ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഒരു ചെറുക്കൻ നാട്ടിച്ചൊരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ടീച്ചറിൻ്റെ മുമ്പിൽ യൂട്യൂബ് ചാനലുള്ള പേരിൽ. എന്നാലും കുറേ കുട്ടികളൊക്കെ ചിരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഇവർ ചിരിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ. അതും ഞാൻ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ അല്ല. എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഞാൻ വല്ലപ്പോഴുമാണ് വീഡിയോസ് ചെയ്യുന്നത് +1 +2 ടൈമിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. യൂട്യൂബുള്ള പേരിൽ ഇഷ്ടം പോലെ കളിയാക്കൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഇൻഫ്ലുവൻസറെ വിളിച്ചിട്ട് കളിയാക്കുന്ന ടീംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ പറയുന്നവരുണ്ട് കേട്ടോ, അത് വേറെ സൈഡ്. അവരൊക്കെ എനിക്ക് ഇപ്പോഴും ഫേവറേറ്റ് തന്നെയാണ്. നല്ല രീതിയിൽ എന്നെ പറയുന്നവരുണ്ട്, വീഡിയോസ് ഇടാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, എപ്പോഴും കോണ്ടന്റ് എടുത്തുകൊടുക്കാൻ പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ ഫുൾ സപ്പോർട്ട്, പുതിയ പുതിയ കോണ്ടന്റ് പറഞ്ഞിരുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. എന്നാലും ഒരുപാട് നെഗറ്റീവ് ഉള്ളവരുണ്ട്. പിന്നെ വേറെന്താ വെച്ചാൽ എന്നെപ്പറ്റി ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നുള്ള പേരിൽ ഒരുപാട് പേരോട് പോയി പറഞ്ഞ ടീംസ് ഉണ്ട്. അതായത് ഞാൻ +1 +2 കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുണ്ടായിരുന്നു ബാക്കി ലിയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ എന്നെപ്പറ്റി പറഞ്ഞുണ്ടാക്കുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യില്ല, ഞാൻ അങ്ങനെ ഒന്നും മൈൻഡ് ചെയ്യില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. സോ അങ്ങനെ